സ്വന്തം തുകയാണ്. ഇത് മനസ്സിലായി. എന്റെ നാട്ടിലുള്ള ഒരു കർഷക തൊഴിലാളി കുഞ്ഞിക്കണാരനുണ്ട്. ചൈനയിൽ പോയി വന്നിട്ട് അടുത്ത കാലത്താണ് വന്നത്. ഇപ്പൊ എത്ര കുഞ്ഞിക്കണാരന്മാർ ചൈനയിൽ പോന്നിട്ട് കാര്യങ്ങള്. ഇപ്പൊ ഒരു വിദേശ രാജ്യത്തേക്ക് പോകുന്നതിന് അത്ര വലിയ കാശ് വേണം. മാത്രമല്ല 92,000 രൂപ പെർ മന്ത് വരുവാനുള്ള ഒരു മുഖ്യമന്ത്രിക്ക് എവിടുന്നാ കാശ് എന്ന് ചോദിക്കുന്നില്ല. എന്തർത്ഥം? അദ്ദേഹത്തിന്റെ TM കൂടി കൂട്ടിയാൽ എന്താ 1.25 ലക്ഷം രൂപ എന്തായാലും ഉണ്ടാവും, മുഖ്യമന്ത്രിക്ക് ഉണ്ടാവില്ലേ? പിന്നെ അദ്ദേഹം നടത്തിയ യാത്രകളെ പറ്റിയിട്ടൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട കേട്ടോ. അത് ഏറ്റവും നല്ലത്. ആലയെ നിളക്കിയ പശുവിനെ പോലെ ഈ കുട്ടികളെ പോലെ എന്നാണ് സുധാകരൻ പറഞ്ഞത്. ആ കടന്ന വാക്കിനൊക്കെ മറുപടി ഇല്ലാത്തതല്ല. അദ്ദേഹം കുറെ യാത്ര നടത്തിയിട്ടുണ്ട്. ആ യാത്രയുടെ അനുഭവം വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് സംശയം കുടുങ്ങിയത്. ഇത് ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ എന്ന്. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം വാങ്ങുന്നതിന് പകരം സുധാകരന്റെ അംഗീകാരം വാങ്ങേണ്ടതുണ്ടോ? പാർട്ടിന്റെ അംഗീകാരം വാങ്ങിയതിന് പുറമെ സുധാകരന്റെ അംഗീകാരം വാങ്ങേണ്ടതുണ്ടോ? എന്റെ കയ്യിൽ നിന്ന് കാശെടുത്തുകൊണ്ട് ഒരു സ്വകാര്യ സന്ദർശനം നടത്തുന്നു, അതിന് വേറെ ആരുടെയെങ്കിലും അംഗീകാരം വേണോ? ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നാ പറയുന്നത്. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം വരൂ, ഏത് ഹോട്ടലിലാണ് താമസിച്ചത്? ഡബിൾ റൂമാണോ അല്ല സിംഗിൾ റൂമാണോ? ഇവരൊക്കെ ഒന്നായിട്ടാണോ താമസിച്ചത്? ഇതിനൊക്കെ മറുപടി പറയാൻ ആരെയാ കിട്ടാന്ന്? ഇത്ര പരിഹാസ്യമായിട്ടുള്ള കാര്യത്തിന്റെ കൂടെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ പോകരുത്. ഇതിവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കണം. ഇതിലെ ഒരു കാര്യം, ഇപ്പം സംസ്ഥാനത്ത് നടക്കുന്ന ഒന്നാമത്തെ വാർത്ത ഈ ഡ്രൈവിംഗ് കേന്ദ്രങ്ങളിലെ പ്രശ്നമാണ്. അത് ശരിക്കും പറഞ്ഞാൽ CITU അടക്കമുള്ള സംഘടനകൾ അടക്കം അതിൽ പ്രതിഷേധിക്കുന്നുണ്ട്. ഇത് ഒരു പരിഷ്കാരം കൊണ്ടുവരുന്നു മന്ത്രി, അത് ഘടകകക്ഷി മന്ത്രിയാണ്, മന്ത്രി കൊണ്ടുവരുന്നു. അതിനെതിരെ CITU അടക്കം പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം. അതിനെ ബാലസഭനെ കാണുന്നത് അതിന് നവീകരണം വേണം. അത് നവീകരണം വേണം എന്ന് ഗവൺമെന്റിന് തോന്നിയാൽ നവീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ ഒരു കോൺസെൻസസ് ഉണ്ടാക്കണം. ബന്ധപ്പെട്ട ആൾക്കാരുമായി ചർച്ച നടത്തണം. അതിൽ മാതൃകാപരമായൊരു സമീപനം ബഹുമാനപ്പെട്ട മന്ത്രി കാട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു മന്ത്രിയാണ്. അപ്പൊ സ്വാഭാവികമായും എന്തെങ്കിലും പെശകുകൾ പറ്റിയാൽ തിരുത്തുന്നതിനും അദ്ദേഹം തയ്യാറാവും. പ്രത്യേകിച്ച് ഉത്തരവാദപ്പെട്ട സംഘടനകളെയും വ്യക്തികളെയും വിളിച്ചു ചേർത്ത് ഒരു ചർച്ച നടത്തി ഒരു ധാരണയിലെത്തുന്നതായിരിക്കും കൂടുതൽ നന്നാകുക. അത് ഇപ്പോഴും ഒരു ചർച്ചയിലേക്ക് പോകണം എന്നുള്ളതാണല്ലേ എല്ലാവരെയും. ചർച്ച നടത്തണം. ചർച്ച നടത്താതെ ഏകപക്ഷീയമായി ആർബിട്രറി അടിച്ചേൽപ്പിക്കാൻ പാടില്ല.